പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ലോകത്താകമാനം വ്യാപിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതി തന്നെ മാറി. എല്ലാ മേഖലകളിലും നമ്മൾ ഫോളോ ചെയ്ത സിസ്റ്റത്തിന് തന്നെ വലിയൊരു മാറ്റമാണ് വന്നത്. ആ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും വന്നു. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം നേരിട്ട് കാണാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല ഇപ്പോൾ. അപ്പം നമ്മൾ ഇവിടെ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പിന്തുടരുന്നത്, നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമാണെന്ന് അറിയാം. നമ്മൾ ചുറ്റുപാടൊന്നും നോക്കി നോക്കൂ, നമുക്ക് പല നിറത്തിലുള്ള പൂക്കൾ, ഇലകളൊക്കെ കാണാൻ പറ്റും അല്ലേ. പല കളേഴ്സിലുള്ള പൂക്കൾ നമ്മളെ വളരെയധികം ആകർഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എല്ലാം ഒരു കളറാണോ ഉള്ളത്? അല്ലല്ലോ, പല കളേഴ്സിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നും ഒരേ രുചിയുള്ള ഭക്ഷണമാണോ നമ്മൾ ഉപയോഗിക്കുക? അല്ലല്ലോ, അതിനൊക്കെ വെറൈറ്റി ഫുഡിൻ്റെ പല വെറൈറ്റി ഉള്ള ടേസ്റ്റുള്ള ഫുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കേക്കുകൾ പല ടൈപ്പിൽ, പല നിറത്തിൽ അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും റിച്ച് ഡൈവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ ജീവിതം നോക്കിയാൽ പല മേഖലകളിലും നമുക്കിത് കാണാൻ പറ്റും. റിച്ച് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും റിച്ച് ഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ലോകം, നമുക്ക് ചുറ്റുമുള്ള ലോകം ഇത്രയും കളർഫുൾ ആവാനുള്ള കാരണം എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ കാരണം? ആലോചിച്ച് നോക്കും. നിങ്ങൾക്കറിയാം, കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന്റെ തന്നെ ബേസ് ആയിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ പീരിയോഡിക് ടേബിൾ, മെന്റലി പ്രപ്പോസ് ചെയ്ത നമ്മുടെ പീരിയോഡിക് ടേബിളാണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ ആകെ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? നിങ്ങൾക്കറിയാം, 118 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന എന്ത് പ്രവർത്തനങ്ങളുടെയും പിന്നാലെ നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിലെ ഈ 118 എലമെന്റ്സ് ആണ്. ഈ 118 എലമെന്റ്സും ഒരേപോലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും നമ്മുടെ ജീവിതം ഇത്രയും കളർഫുൾ ആവില്ല അല്ലെ. അപ്പൊ ഈ 118 എലമെന്റ്സിന്റെയും അവർ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്രയും ആഘോഷകരമായി മാറുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഗോൾഡ് എത്ര? ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ 79. ശരിയാണ്. അയൺ 26 ആണ് അല്ലെ. അപ്പൊ ഗോൾഡിലാണെങ്കിൽ 79 ഇലക്ട്രോൺസ് ഉണ്ട്, അയോണിലാണെങ്കിൽ 26 ഇലക്ട്രോൺസ് ആണിത്. അപ്പൊ പക്ഷെ അവര് തമ്മിൽ വളരെ വ്യത്യാസമല്ലേ. ഗോൾഡ് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയി നമ്മൾ കരുതുന്ന ആളാണ് അല്ലെ. പക്ഷെ അപ്പൊ നമുക്ക് ആ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം അവയിലുള്ള ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതുപോലെ നിങ്ങൾ നോക്കൂ, പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ് നോക്കും. ആ ഒന്നാമത്തെ ഗ്രൂപ്പ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എലമെന്റ് ആണ് സോഡിയം. ആ സോഡിയം ഒന്ന് വെള്ളത്തിലിട്ടാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. സോഡിയം വെള്ളത്തിലിടുമ്പോൾ അവിടെ കത്തിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ മെഗ്നീഷ്യം വെള്ളത്തിലിട്ടാൽ നിങ്ങൾക്ക് ഒബ്സർവേഷൻ പോസിബിൾ ആണ്? അല്ല. അപ്പൊ അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ ഇതാണ്, നമ്മുടെ ചുറ്റും ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, റിച്ച് ഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താ? കാരണം നമ്മുടെ ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്റേണൽ സ്ട്രക്ചറിലെ വ്യത്യാസം കൊണ്ടാണ്. ശരിയല്ലെന്ന് പറഞ്ഞത്? 118 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 118 എലമെന്റ്സിന്റെയും ആറ്റങ്ങളുടെ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ എലമെന്റിലും ഓരോരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളത് അല്ലെ. ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇത്രയും വ്യത്യാസങ്ങൾ കാണിക്കാൻ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുവെങ്കിൽ എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അത് നമുക്ക് പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ 2ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. അപ്പൊ നിങ്ങൾ
ആറ്റത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ 8ലും 9ലും 10ലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എവിടെ നിന്നാണ് ആറ്റത്തിന്റെ സ്ട്രക്ചറിന്റെ ചരിത്രം തുടങ്ങുന്നത്? നമ്മൾ തുടങ്ങുമ്പോൾ 450 BC തന്നെ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി ഐഡിയ ഉണ്ടായിരുന്നു. ഡെമോക്രൈറ്റസ് എന്ന ഗ്രീക്ക് ഫിലോസഫർ, അയാളുടെ പണി എന്താ ചോദിച്ചാൽ മോട്ടാറിൽ കുറച്ച് സബ്സ്റ്റൻസ് എടുത്ത് അത് കുത്തി പൊട്ടിച്ച് ഏറ്റവും ചെറിയ മൈന്യൂട്ടായ പാർട്ടിക്കിളാക്കി മാറ്റിയിരുന്നു. ഏറ്റവും അന്ന് നിങ്ങൾക്കറിയാം 460 BC ആണ്. അന്ന് വലിയ ഡെവലപ്മെന്റ്, സയന്റിഫിക് മേഖലയിൽ വലിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല. ഒരു നമുക്ക് ഉപയോഗിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അയാൾ മാനുവലായിട്ട് പൊട്ടിച്ച് മാറ്ററിനെ പൊട്ടിച്ച് ഏറ്റവും സ്മോൾ പാർട്ടിക്കിളാക്കി മാറ്റിയിരുന്നു. ആ പാർട്ടിക്കിളിനെ അദ്ദേഹം അറ്റോമ എന്നാണ് വിളിച്ചത്. ആ വാക്കിന്റെ അർത്ഥം ഇൻഡിവിസിബിൾ എന്ന, ഗ്രീക്കിൽ ആ വാക്കിന്റെ അർത്ഥം ഇൻഡിവിസിബിൾ എന്നായിരുന്നു. അപ്പൊ ഗ്രീക്ക് ഫിലോസഫർ അത്രയും മുന്നേ തന്നെ ആറ്റത്തിനെ പറ്റി എല്ലാ പദാർത്ഥങ്ങളും മൈന്യൂട്ടായ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് ചിന്തിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ത്യയിലും കനാദ മഹർഷിയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കനാദ മഹർഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ മാറ്റേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് പരമാണുസ്. പരമാണുക്കൾ കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കനാദ മഹർഷിയും ഇതുപോലെ എത്രയോ കൊല്ലങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതൊക്കെ എക്സ്പെരിമെന്റലായിട്ട് ആറ്റത്തിന് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആദ്യമായി പറഞ്ഞ സയന്റിസ്റ്റ്, കുറച്ചൊക്കെ എക്സ്പെരിമെന്റൽ പ്രൂഫോട് കൂടി പറഞ്ഞ സയന്റിസ്റ്റ് ആരാണ്? നിങ്ങളുടെ മനസ്സിൽ ആറ്റത്തിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സയന്റിസ്റ്റ് ആരാണ്? നിങ്ങൾ പറയും, ഡാൾട്ടൺ. കേട്ടിട്ടുണ്ടായിരിക്കും, ജോൺ ഡാൾട്ടൺ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ജോൺ ഡാൾട്ടൺ 1808 അദ്ദേഹം ആറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അദ്ദേഹം പറയുന്നത് all matters made up of small particle called atom. എല്ലാ പദാർത്ഥങ്ങളും വളരെ ചെറിയ ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമതാണ് all matters made up of tiny particle called atom. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, the atom is indivisible. ആറ്റത്തിന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നു, ഒരു കാരണവശാലും ആറ്റത്തെ നമുക്ക് മുറിക്കാൻ പറ്റില്ല എന്നായിരുന്നു ജോൺ ഡാൾട്ടന്റെ വിശ്വാസം. ശ്രദ്ധിക്കണം, 18ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയന്റിഫിക് ആയിട്ട് വലിയ ഡെവലപ്മെന്റുകൾ ഒന്നും നടന്നിട്ടില്ല. അന്നത്തെ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ ഒബ്സർവേഷൻ എന്നാണ് അദ്ദേഹം ആറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അക്കോർഡിംഗ് ടു ഹിം all matter is made up of tiny particle called atom. and അദ്ദേഹം പറയുന്നു atom is indivisible എന്നാണ് അദ്ദേഹം. ഒരിക്കലും ആറ്റത്തെ മുറിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ഡാൾട്ടൺ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഡാൾട്ടൺ തിയറി ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. ജോൺ ഡാൾട്ടൺ തിയറി തൊട്ട് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാണ്. ആറ്റം ഒരു കഥ പറയാണ്. ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള ആറ്റം, ഒരു ഡാൾട്ടൺ ആറ്റം മോഡൽ തൊട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് ആറ്റം ഒരു കഥ പറഞ്ഞു തരാൻ നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാവും അല്ലെ? അപ്പൊ നോക്കൂ, ഡാൾട്ടൺ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആറ്റം ഡിവിസിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പഠിച്ച ആറ്റം മോഡലാണ് ബോർ ആറ്റം മോഡൽ. നിങ്ങൾക്ക് അറിയാം, അവിടെ ബോർ ആറ്റം മോഡല് ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അടുത്ത നമ്മൾ ഇപ്പൊ
ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റുമുള്ള ഇലക്ട്രോണെ നമുക്ക് ഒരിക്കലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓർബിറ്റൽ എന്ന കൺസെപ്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ തിയറിയാണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡാൾട്ടൺ മോഡൽ എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആയത് എന്നുള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ കഥ പറയണമെങ്കിൽ എങ്ങനെയാണ് ആറ്റം മോഡൽ ആദ്യം തോംസൺ മോഡലായി, ഡാൾട്ടൺ മോഡൽ തോംസൺ മോഡലായത് പറയണം, തോംസൺ മോഡൽ റൂദർഫോർഡ് ആറ്റം മോഡലായത് എങ്ങനെയെന്ന് പറയണം, റൂദർഫോർഡ് ആറ്റം മോഡൽ ബോർ മോഡലായത് എങ്ങനെ, ബോർ മോഡൽ ഓഫ് ആറ്റം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആയത് എങ്ങനെ. ഇത് പറയണമെങ്കിൽ നമുക്ക് കുറേ സയന്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യം പ്രിൻസിപ്പിൾസ് അറിയണം, കുറേ ലോസ് അറിയണം, കുറേ സയന്റിസ്റ്റുകളെ പരിചയപ്പെടണം. അങ്ങനെ വളരെ രസകരമായ ഒരു യാത്രയാണ് അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്റർ. എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്ട്രക്ചർ ഓഫ് ആറ്റം. നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചു. ഈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ പഠിച്ചെങ്കിലും നമ്മൾ ഇന്ന് അതെല്ലാം ഉപയോഗിക്കും. നമുക്കറിയാം അദ്ദേഹത്തിന്റെ തിയറിക്ക് ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ആറ്റം ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ജോൺ ഡാൾട്ടൺ തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ തിയറിയിൽ നിന്ന് ഇനി മോഡേൺ തിയറിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഡിസ്കവറി ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. നമ്മൾ ആറ്റത്തിന്റെ ഉള്ളിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, ഏതാണ് ആറ്റത്തിന്റെ ഉള്ളിലെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ആറ്റത്തിന്റെ ഉള്ളിലെ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിളിനെ എങ്ങനെ ഡിസ്കവർ ചെയ്യാം എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസ്കവറി ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി കഴിഞ്ഞ ശേഷം സയന്റിഫിക് ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിനുശേഷം നമുക്ക് അറിയാമായിരുന്നു, അന്ന് അറിയാമായിരുന്നു ലൈറ്റ് ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുമെന്നും അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യുമെന്നും അറിയാമായിരുന്നു. ഒരു പോസിറ്റീവും നെഗറ്റീവ് ചാർജസ് തമ്മിൽ അട്രാക്ട് ചെയ്യും, പക്ഷേ പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ ഡാൾട്ടൺ തിയറിക്ക് ശേഷം വന്നിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. കേട്ടിട്ടില്ലേ? ഫാരഡേസ് ലോസ് പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്. ഇപ്പോൾ NaCl സൊല്യൂഷനിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോഡിയം മെറ്റലും ക്ലോറിനും അവിടെ ഉണ്ടാവുന്നു, ഇലക്ട്രോഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? NaCl കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോഡിയം മെറ്റലും ക്ലോറിനും ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് ഫാരഡേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ശാസ്ത്ര ലോകത്തിന് സംശയം ഉണ്ടായി, ഏതോ ഒരു സബാറ്റോമിക്, ഏതോ ഒരു പാട്ടത്തിന്റെ ഉള്ളിൽ എന്തോ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നൊരു സംശയം ഉണ്ടാവാൻ ഈ ഇലക്ട്രോളിസിസ് എന്ന ഫിനോമിനയ്ക്ക് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഡാൾട്ടൺ തിയറി കഴിഞ്ഞു. അപ്പൊ ശാസ്ത്ര ലോകത്തിന് തന്നെ സംശയമായി, ആറ്റത്തിന്റെ ഉള്ളിൽ ഡാൾട്ടൺ തിയറി പോലെ ആറ്റം ഒരിക്കലും ഡിവിസിബിൾ അല്ല എന്ന് ഡാൾട്ടൺ പറഞ്ഞ തെറ്റാണ്. ആറ്റത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇലക്ട്രോളിസിസ് നടക്കുന്നത് എന്ന് ശാസ്ത്ര ലോകത്തിന് സംശയം ഉണ്ടായി. അപ്പൊ അത് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റാണ്. കുറെ എക്സ്പെരിമെന്റലി ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തത് ഒരുപാട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ശരിക്കും. അതിൽ നമ്മൾ ഏറ്റവും ഓർമ്മിക്കുന്നത് തോംസന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. തോംസൺസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം 1897 ശരിക്കും തോംസണും ഫാരഡേക്ക്, വില്യം ക്രൂക്ക് ഒക്കെ ഈ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളൊരു സയൻസ് സ്റ്റുഡൻസ് ആകുമ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടാവും അല്ലേ? ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് വേണം? അറേഞ്ച്മെന്റ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ സംവിധാനം വേണം. അപ്പൊ തോംസൺ
ആദ്യം അല്ലെങ്കിൽ ആ സയന്റിസ്റ്റുകൾ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരത് ഉപയോഗിച്ചത് ഒന്ന് എ ലോങ് ഗ്ലാസ് ട്യൂബ്. നോക്കൂ, ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചു. ആ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ ഇവാക്യുവേറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസസ് ഒന്നുമില്ലാത്തൊരു ഇവാക്യുവേറ്റഡ് ആയ ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചു. എന്നിട്ട് അതിനുള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തു. ലോങ് ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തു. ക്ലിയർ ആയല്ലോ? രണ്ടാമത് നമുക്ക് വേണ്ട അറേഞ്ച്മെന്റ് മെറ്റൽ ഇലക്ട്രോഡുകളാണ്. നിങ്ങൾക്ക് ഇലക്ട്രോഡ് എന്ന വാക്ക് പരിചയമുണ്ട്. മെറ്റൽ ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തു. ആ ലോങ് ഗ്ലാസ് ചിത്രത്തിൽ കാണാം. ലോങ് ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് ഭാഗത്തും മെറ്റൽ ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇലക്ട്രോഡ് കാണാം, കാത്തോഡ്. ഏതൊക്കെയാ മെറ്റൽ? രണ്ട് ടൈപ്പ് ഇലക്ട്രോഡുകൾ ഉണ്ട്. ഒന്ന് കാത്തോഡ് ഉണ്ട്. കാത്തോഡിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. രണ്ടാമത്തെ ഇലക്ട്രോഡാണ് ആനോഡ്. ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ മെറ്റൽ ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തില്ലേ? ഇനി മൂന്നാമത്തെ നമ്മൾ ചെയ്തത് ഒരു വാക്വം പമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ വാക്വം പമ്പ്. എന്തിനാണ് വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ വാക്വം പമ്പ് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലെ ഗ്യാസിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നെക്സ്റ്റ് അറേഞ്ച്മെന്റ് വാക്വം പമ്പാണ്. വാക്വം പമ്പ്. പിന്നെ ഹൈ വോൾട്ടേജ് ജനറേറ്റർ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹൈ വോൾട്ടേജ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റിയ അറേഞ്ച്മെന്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് നോട്ടിൽ എഴുതണം. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ് എഴുതണം. ലോങ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ഗ്യാസ്. നമ്പർ 2 മെറ്റൽ ഇലക്ട്രോഡ്. ഇലക്ട്രോഡുകൾ രണ്ട് രീതിയിലുണ്ട്. കാത്തോഡും ഉണ്ട്, ആനോഡും ഉണ്ട്. കാത്തോഡ് നെഗറ്റീവ് ആണ്, ആനോഡ് പോസിറ്റീവ് ആണ്. മൂന്നാമത്തെ അറേഞ്ച്മെന്റ് ഈ ഗ്ലാസ് ട്യൂബ് ഒരു വാക്വം പമ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത് ഒരു ഹൈ വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈ വോൾട്ടേജ് സോഴ്സിന്റെ നെഗറ്റീവ് പോള് കാത്തോഡുമായി ഇലക്ട്രോഡുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നെഗറ്റീവ്, കാത്തോഡ് നെഗറ്റീവ് ആയി. ആ പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡാണ്. അതുകൊണ്ട് ആനോഡ് പോസിറ്റീവ് ആണ്. ഇത്രയും സിമ്പിൾ അറേഞ്ച്മെന്റ് നിന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. നമ്മൾ ഇതിനെ കാഥോഡ് റേസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ലോകത്ത് നടക്കുന്ന ഏതൊരു കെമിക്കൽ റിയാക്ഷന്റെയും പ്രവർത്തനത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണുകളാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് എത്രത്തോളം പ്രാധാന്യം അറിയുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ അറേഞ്ച്മെന്റിൽ നിന്നാണ് ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്. അപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ് പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഗ്യാസ് ഇപ്പൊ സയന്റിസ്റ്റ് ഇവിടെ എല്ലാവരും ഒരുപാട് പ്രാവശ്യം ആദ്യം ഹൈ പ്രഷർ എടുത്തു, പിന്നെ പ്രഷർ കുറച്ച് വന്നു. അപ്പൊ ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്തിട്ടാണ് ഒബ്സർവേഷനിലേക്ക് അവരെത്തിയത്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇവിടെ ഒബ്സർവേഷൻ, ഇവിടെ നമ്മുടെ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴും അതുപോലെ ഗ്യാസ് പ്രഷർ, അതിൻ്റെ ഉള്ളിലെ ഗ്യാസിന്റെ പ്രഷർ ലോ പ്രഷർ ആവുമ്പോഴാണ് അവർക്ക് ഒബ്സർവേഷൻ കിട്ടുന്നത്. അപ്പൊ രണ്ടാമത് നിങ്ങൾ നോക്കി എഴുതാം കണ്ടീഷൻസ്. ഇവിടെ നമ്മൾ കാഥോഡ് റേ ട്യൂബിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്നു ഹൈ വോൾട്ടേജും രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഹൈ വോൾട്ടേജ് വേണം, അതുപോലെ തന്നെ ലോ പ്രഷറിലുമാണ് അവർക്ക് ഒബ്സർവേഷൻ പോസിബിൾ ആയത്. അവര് ഹൈ വോൾട്ടേജും ലോ പ്രഷറും കൊടുത്തപ്പോൾ അവർ കാണാൻ പറ്റി കാഥോഡിൽ നിന്നും ചില റേസ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായി അവർക്ക് കാണാൻ പറ്റി. അപ്പൊ ശരിക്കും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അതിനു വേണ്ടി അവർ എന്താ ചെയ്തെന്നറിയോ, ആ ട്യൂബ്
ട്യൂബിന്റെ സൈഡിൽ മുഴുവൻ സിങ്ക് സൾഫൈഡ് കൊണ്ട് പൂശിയിട്ടുണ്ടായിരുന്നു. സിങ്ക് സൾഫൈഡ് ആ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിലൊക്കെ നമ്മൾ സിങ്ക് സൾഫൈഡ്. ഈ സിങ്ക് സൾഫൈഡിന്റെ പ്രത്യേകത റേസ് വന്ന് തട്ടുമ്പോൾ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫോസ്ഫോറസൻസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി ഈ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില റേസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം ആനോഡിന്റെ ബാക്കിൽ നന്നായിട്ട് അവിടെ ഗ്രീൻ കാണാൻ പറ്റും, ഗ്രീൻ ഗ്ലോസ് വരുന്നുണ്ട്. നോക്കൂ, അത് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ലാബിൽ ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ ഇങ്ങനെയാണ് വരാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സർട്ടൺ റേസ് മൂവ് ചെയ്യുന്നതായി സയന്റിസ്റ്റ് കണ്ടു. അങ്ങനെ അപ്പോൾ ഒബ്സർവേഷൻ എന്താണ്, നമുക്ക് അടുത്ത കണ്ടീഷൻ പഠിച്ചു. എന്തായാലും അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മൂന്നാമത്തെ നമ്മൾ എഴുതണം ഒബ്സർവേഷൻ. നോട്ട്ബുക്കിൽ ഉണ്ടാവണം. എന്താണ് ഒബ്സർവേഷൻ? എന്താ ഒബ്സർവേഷൻ? സർട്ടൺ റേസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം കാഥോഡ് ആൻഡ് ദേ മൂവ് ടുവേർഡ്സ് ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് മൂവ് ചെയ്യുന്നതായി നമ്മൾ കണ്ടു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് പറഞ്ഞു, എക്സ്പെരിമെന്റൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഒബ്സർവേഷൻ ഇതായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കണ്ടാൽ നമ്മൾ എന്തൊക്കെയാണ് കാഥോഡ് റേസിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോക്കൂ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യണം. What result of the experiment? എന്തൊക്കെയാണ് റിസൾട്ട് ഓഫ് ദി എക്സ്പെരിമെന്റ്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നോക്കൂ, ഒന്നാമത്തെ റിസൾട്ട് നമ്മൾ പറഞ്ഞ തന്നെ the cathode rays start from cathode and move towards the anode. നമ്മൾ കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റേസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അല്ലേ? ഇത് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ റേസിനെ cathode rays എന്നാണ് പറയുന്നത്. So what are cathode rays? They are the rays which are starting from cathode and moving towards anode is known as cathode rays എന്നാണ് പറയുന്നത്. അപ്പോൾ the cathode rays start from cathode and move towards anode. ഒന്നാമത്തെ ഒബ്സർവേഷൻ. നോക്കൂ, രണ്ടാമത് these rays themselves are not visible, but their behavior can be observed with the help of certain kind of material, fluorescent or phosphorescent, which glow when hit by them. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാഥോഡ് റേസിനെ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഈ ട്യൂബിന്റെ സൈഡിൽ നമ്മൾ എന്താ കോട്ട് ചെയ്തത്, സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ സിങ്ക് സൾഫൈഡിലേക്ക് ഈ റേസ് വന്ന് തട്ടുമ്പോൾ അവർ സർട്ടൺ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായി കാണാൻ പറ്റും. അപ്പൊ മാത്രമേ നമുക്കത് അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നുള്ളൂ. നമ്മൾ ആ ഫിനോമിനയ്ക്കാണ് ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ ഫോസ്ഫോറസെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ട്യൂബ് ലൈറ്റിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, പല കളേഴ്സിലുള്ള ട്യൂബ് ലൈറ്റ് ഒക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത റിസൾട്ട് ആണ് ഇൻ ദ ആബ്സെൻസ്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ അടുത്ത റിസൾട്ട് പറയാൻ പോകുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ദീസ് റേസ് travel in straight line. സാധാരണ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ അതിൽ ചിലപ്പോൾ ഡിഫ്ലക്ഷൻസ് വരാറുണ്ട്. എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിഫ്ലക്ഷൻ വരാന്ന് പറഞ്ഞാണ് അതിന്റെ പാത്തിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട്, മാറിപ്പോകാറുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. അത് നമ്മൾ എഴുതിയത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത പോയിന്റ്, in the presence of electric or magnetic field, the behavior of cathode rays are
similar to that expected from negatively charged particle, suggesting that the cathode rays consist of negatively charged particle called electron. Very important ആണ്. നോക്കൂ, നമ്മൾ കാഥോഡ് റേസ് മൂവ് ചെയ്യുന്ന പാർട്ട്, ഇത് കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡും ഇല്ല, മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. നമ്മൾ ഇതിന്റെ പാത്തിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ഫീൽഡും ഉണ്ട്, നെഗറ്റീവ് ഫീൽഡും ഉണ്ട്. അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കാണാൻ പറ്റി ഈ കാഥോഡ് റേസ് ഈ പോസിറ്റീവ് ഫീൽഡിലേക്ക് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാകും? കാഥോഡ് റേസ് എന്താ ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ പോസിറ്റീവ് ഫീൽഡിലേക്ക് അതൊന്ന് ഡിഫ്ലക്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യുമെന്നും അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യുമെന്നും ആ കാലഘട്ടത്തിൽ അറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇവിടെ പോസിറ്റീവ് ചാർജിലേക്ക് കാഥോഡ് റേസ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായത്? ഈ കാഥോഡ് റേസിന് എന്ത് ചാർജ് ഉണ്ടാവുന്ന മനസ്സിലായത്? അവിടെ ഈ ഒബ്സർവേഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. കാഥോഡ് റേസ് കണ്ടെയ്ൻ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. മനസ്സിലായോ? കാഥോഡ് റേസ് പറഞ്ഞാൽ അതിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ അവർക്ക് ലഭിച്ചു. അപ്പൊ നോക്കൂ, നമ്മുടെ വലിയൊരു അറിവാണ്. നമ്മുടെ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ഈ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ കൂടിയാണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ആ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അടുത്ത റിസൾട്ട് പറയുന്നത് the characteristics of cathode rays do not depend upon the material of electrode and the nature of gas present in the cathode ray tube. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒബ്സർവേഷൻ ആണ്. ആ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ കാര്യമാണ് the characteristics of cathode rays. കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ do not depend upon the material of electrode. നമ്മൾ ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ നമുക്ക് പല മെറ്റൽസ് ഉപയോഗിക്കാം. ഏത് മെറ്റൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, പ്ലാറ്റിനം ഉപയോഗിക്കാം, കോപ്പർ ഉപയോഗിക്കാം, ഏത് മെറ്റൽ നിങ്ങൾ ഉപയോഗിച്ചാലും ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടിയെ അത് സ്വാധീനിക്കുന്നില്ല. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് നമുക്കിവിടെ പല ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഹീലിയം ഗ്യാസ് ഫില്ല് ചെയ്യാം. ഏത് ഗ്യാസ് ഫില്ല് ചെയ്തോളൂ, നിങ്ങൾക്ക് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടി ഇവിടെ ഏതോ ആയിക്കൊള്ളട്ടെ, അതിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല. അതാണ് the characteristics of cathode rays are independent of material of electrode and nature of the gas present in it എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയില്ലേ? ഇനി വേറൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. നമ്മുടെ കാഥോഡ് റേസ് പോണ പാത്തിൽ ചെറിയൊരു വീല് വെച്ചു, ഒരു ചക്രം, ഒരു ചെറിയ കുഞ്ഞു വീല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാഥോഡ് റേസ് പോകുന്ന സമയത്ത് ഈ വീലിന് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ചെറിയ വീല്, വലിയ വീല് കൊണ്ടേ വെക്കാൻ പാടില്ല, വളരെ കുഞ്ഞു വീല് വെക്കുന്ന സമയത്ത് ഈ കാഥോഡ് റേസിന് ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഈ കാഥോഡ് റേസിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ട്. മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാഥോഡ് റേസ് പറഞ്ഞാൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും മനസ്സിലായതിൽ നിന്ന് ഇലക്ട്രോണുകൾ എന്താണ് എന്ന് ചെറിയൊരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയില്ലേ? ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി എന്താണ് എന്ന് ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലേ? എന്തൊക്കെ മനസ്സിലായി? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നത്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് നോക്കി അല്ലെ കാഥോഡ് റേസിന്റെ പാർട്ടില്. അപ്പൊ അത് പോസിറ്റീവ് ഫീൽഡിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. അതേ ഒബ്സർവേഷൻ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അൺലൈക്ക് ചാർജുകൾ തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇവിടെ പോസിറ്റീവായ ഇവിടെ നെഗറ്റീവ് തന്നെ വേണ്ടേ? അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇലക്ട്രോൺസ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോണിന്റെ നേച്ചർ ഏതോ ആയിക്കൊള്ളട്ടെ, ഏത് ഗ്യാസോ ആയിക്കൊള്ളട്ടെ, എന്താണെങ്കിലും ഇലക്ട്രോൺസ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ്. എല്ലാത്തിലും ഉള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് എന്ന കാര്യവും നമുക്ക് മനസ്സിലായി അല്ലെ? സോ അടുത്ത കാര്യം മനസ്സിലായി, അത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് എന്ന കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ, we can conclude that electrons are basic constituents of all atoms which carry negative charge. Electrons are the fundamental material particle which carry negative charge. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോണിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആറ്റത്തിൻ്റെ ഹിസ്റ്ററി നോക്കി നമ്മൾ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ തുടങ്ങി അല്ലേ? ആറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി സബാറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. അതിൽ ഇലക്ട്രോണിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്ന കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് അറേഞ്ച്മെന്റ് നമുക്കറിയാം, കണ്ടീഷൻസ് നമുക്കറിയാം. ആ എക്സ്പെരിമെന്റ് അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണം, കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഒബ്സർവേഷൻ നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നോട്ട്സ് എഴുതണം, കൃത്യമായിട്ട് നോട്ട് എഴുതുക, NCERT ബുക്ക് വായിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു.